അപ്പോൾ ഇന്നലെ നല്ല അടിപൊളി ഉറക്കമായിരുന്നു. നേരം വെളുത്തപ്പോൾ നല്ല സ്നോഫോളാണ് കേട്ടോ ഇവിടെയൊക്കെ ഫുള്ള്. കാണിച്ചു തരാം കേട്ടോ. എന്താ ഇവിടെയാണ് കിടന്ന് ഉറങ്ങിയത്. ജാവിദ് ഭായി ഉണ്ട്, അലീസ ഉണ്ട്. ഒക്കെ ഉറക്കൊക്കെ കഴിഞ്ഞു. ഞാൻ വേറെ സാധനം കാണിച്ചു കേട്ടാ. ഫുള്ള് മഞ്ഞ് വീണ് കിടക്കാണ്. ഫുള്ള് മഞ്ഞ്. നല്ല സ്നോഫോളായിരുന്നു നൈറ്റിൽ. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് കണ്ടോ. ഫുള്ള് മഞ്ഞാണ് കംപ്ലീറ്റ്. സ്നോഫോൾ ഇന്നലെ നല്ല സ്നോഫോളായിരുന്നു കണ്ടോ. മഞ്ഞ് വീണ് കിടക്കണ നോക്കിയാൽ കംപ്ലീറ്റ്. കാശ്മീരി കാങ്കടി, ഇതാണ് കാശ്മീരി കാങ്കടി. അപ്പൊ എല്ലാ വീടുകളിലും ഇതുണ്ടാവും. ഈ വിന്റർ സമയങ്ങളിൽ എല്ലാവരെ കൈവശം ഉണ്ടാവുന്ന ഒരു സാധനമാണ് ഈ കാശ്മീരി കാങ്കടി. തണുപ്പിനെ ഒരുപാട് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇതിൽ കോയിലിട്ടിട്ട് വളരെ മനോഹരമായിട്ട് അവർ കൊണ്ടു നടക്കുന്ന ഒരു സാധനമാണ്. ഇത് ഇവരെ പാരന്റ് ഉള്ളിൽ ഇങ്ങനെ വെച്ച് കൊണ്ടു നടക്കുന്ന ഒരു സാധനം. ജാവിദ് ഭായി ഉണ്ട് കൂടെ കേട്ടാ. പുള്ളിയുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ് ഇപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ സകലമായ വീടുകളും കൊണ്ട് കാണിക്കണം. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇങ്ങനെ ഒരു വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയതും പിന്നെ ഇതുപോലൊരു ഫ്രണ്ട് ഉള്ളതും ഒക്കെ വലിയൊരു അനുഗ്രഹം തന്നെയാണ്. പുള്ളി ഉള്ളത് കൊണ്ടാണ് എനിക്കിപ്പോൾ കാശ്മീരിലെ ബനിഹാലി എന്നൊരു 9 കിലോമീറ്റർ മാറിയിട്ടുള്ളൊരു വില്ലേജിലേക്ക് എന്നെ എത്താൻ സഹായിച്ചത് കേട്ടോ. കാശ്മീരിൽ കുറേ സ്ഥലങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ പുള്ളി എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു, പുള്ളിയുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക്. കുറേ ആപ്പിളും ഒക്കെ ഇങ്ങനെ മരങ്ങളൊക്കെ ഇങ്ങനെ ഇലയൊക്കെ പോയിച്ച് നിൽക്കുന്ന ഒരു ചെറിയൊരു കുഞ്ഞി തോട്ടമൊക്കെ ഉള്ളൊരു ചെറിയൊരു വീട്. അപ്പോൾ ആ വീട്ടിലേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നണേ ഈ കാശ്മീരിൻ്റെ ഈ വില്ലേജിൻ്റെ ഈ ഗ്രാമീണ ഭംഗി എന്ന് പറഞ്ഞാൽ ഈ വീടുകളാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം എല്ലാം ഇഷ്ടിക കൊണ്ട് മാത്രം ഉണ്ടാക്കിയേക്കുന്ന ഒരു വീടാണ്. അതിൽ ചിലത് മാത്രമേ പ്ലാസ്റ്റർ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം ഇഷ്ടിക കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ, ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അത് എല്ലായിടത്തും ഇങ്ങനെ ഇഷ്ടികകൾ മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭംഗി ഭയങ്കര രസമുണ്ട്. ഒരു ആപ്പിളിൻ്റെ തോട്ടത്തിൽ കണ്ടി വന്നേക്കണത്. ഈ ആപ്പിളിൻ്റെ തോട്ടങ്ങളെല്ലാം ഇലവൊഴിഞ്ഞ് നിൽക്കുകയാണ് കംപ്ലീറ്റ്. ഇത് ഇനി മാർച്ച് ഏപ്രിൽ മെയ്യോടൊക്കെ ഇതെല്ലാം പൂക്കുന്ന പറയണേ. ഫുള്ള് ആപ്പിൾ തോട്ടമാണത്, ആപ്പിളിൻ്റെ മരങ്ങൾ. ജാവേദ് ഭായി ഉണ്ട് എനിക്കിതൊക്കെ കാണിച്ചു തരാനായിട്ട്. ഹേ ഭായി, ഇതാണ് കാങ്കടി ട്ടാ. അപ്പൊ ഞാനിപ്പോ കാശ്മീരിലുള്ള എൻ്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിലാണ് കേട്ടോ. ഇദ്ദേഹമാണ് ബഷീർ അഹമ്മദ് ഖാൻ. പുള്ളിയുടെ വീട്ടിലാണ്. ബഷീർ അഹമ്മദ് ഖാൻ പുള്ളിയുടെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പുറത്തൊക്കെ നല്ല മഞ്ഞുണ്ട്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ അങ്ങനെ വന്നിരുന്നപ്പോൾ ഞങ്ങൾക്ക് കാശ്മീരി കാങ്കടി കിട്ടി. അപ്പം അതിൻ്റെ ചൂടെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങളിവിടെ. ഇതാണ് കാശ്മീരി കാങ്കടി. ഇതാണ് സാധാരണ നമ്മളെ ഇതിനെ പറയുന്ന വേറെ ഫെറൻ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഇവര് ഈ ചൂട് കാലത്തൊക്കെ കുറച്ച് ആശ്വാസം കിട്ടുന്നത്. जावेद भाई ये कैसा है, कैसा ये काम करता है? ये बोलो अभी। ये बहुत गर्म होता है। इसके अंदर क्या 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 डाला है? ये इसमें कोयला डाला है अंदर। कोयला डाला है? हाँ, लकड़ी का कोयला डाला है। ये देखो लकड़ी का कोयला होता है। ये इसी का राख बनता है, वही लगाना पड़ता है। फिर ये बहुत गर्म हो जाता है। फिर इसको फेरन के अंदर लेना पड़ता है। जब फेरन के अंदर इसको ले जाएंगे ऐसे करके देखिए इसको फेरन के अंदर तो बड़ी हीट देगी। अच्छा, बहुत गर्मी देता है। अभी एक आदमी आके आपको सलाम बोलेगा, अस्सलाम वालेकुम, हाथ दो, कैसा ऐसे करेगा, ऐसा करेगा. ഇങ്ങനെയാണ് ഇവര് ഹസ്തദാനം കൊടുക്കുന്നത്. അപ്പൊ എപ്പോഴും ഇവരുടെ കയ്യിൽ ഈ കങ്കടി ഉണ്ടാവും മഞ്ഞുകാലങ്ങളിൽ. അപ്പൊ ഒരാൾ വന്നിട്ട് സലാം ചെല്ലുമ്പോൾ അപ്പൊ അവര് ഉള്ളിൽ നിന്ന് കൈ എടുത്തിട്ട് തരും. ഇവരെ കിച്ചണാണ് ഇട്ട് കാണുന്നത് കണ്ടോ. ഇതാണ് ഇത്രയേ ഉള്ളൂ ഇവരെ കിച്ചൺ. നമ്മളൊക്കെ നാട്ടിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് എന്താ പറയുക, നമ്മൾ കുറച്ചും കൂടി ആർഭാടം കാണിക്കും കിച്ചണൊക്കെ. പക്ഷേ ഇവർക്ക് ഇത്രയേ ഉള്ളൂ, ഇത്രയും മതി അവർക്ക്. കാരണം അവിടെ ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സ്റ്റൗ ഉണ്ട്, ഗ്യാസ് ഉണ്ട്. ഗ്യാസ് ബാക്ക് സൈഡിലാണ്. പിന്നെ ഇത്രയേ ഉള്ളൂ, ആർഭാടങ്ങളൊന്നുമില്ല.
വളരെ സിമ്പിളായിട്ടുള്ള ഒരു ജീവിത രീതിയാണ്, ലൈഫ് സ്റ്റൈലാണ്. പിന്നെ കാങ്കടി പിന്നെ എല്ലാ വീടുകളിലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് കാങ്കടി. പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് അവരുടെ മജ്ലിസ്. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ആയിരിക്കും ഇവർ കൂടുതൽ വർത്താനം പറയുന്നത്. ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് ആ മുകളിലത്തെ റൂമിലേക്ക് പോകുന്നത്. അവരൊരു ബെഡ്റൂം കാണാൻ വേണ്ടി വന്നിട്ടാ. കണ്ടോ, ഈ മേര ദോസ്തേ. ഇതാണ് പുള്ളിയുടെ ബെഡ്റൂം കേട്ടോ. അപ്പം ആദിബ്രോയുടെ റൂമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത്രയാണ്, വലിയ റൂമാണ്. പക്ഷേ ഇവർ വിൻ്റർ സീസണിൽ അവരുടെ മെയിൻ ഇതാണ് ഈ കാണുന്നത്. വിൻ്റർ സീസണിൽ അവർ ഈ ബ്ലാങ്കറ്റ്സൊക്കെ ഇങ്ങനെ വെക്കും. ഇതാണ് മുഖ്യ ഒരു ഘടകമാണ് കേട്ടോ ഇവിടെ. എല്ലാ കാശ്മീരി വീടുകളിലും മുഖ്യ ഘടകമാണ്. പിന്നെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കിയാൽ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാശ്മീരിൻ്റെ പ്രകൃതി ഭംഗി പറഞ്ഞത്. ഇപ്പം മഴയൊക്കെ പെയ്ത കാരണം കുറച്ച് അലമ്പാണ്. ഇന്നലെയും മിനിയാന്നൊക്കെ ഇവിടെ ഫുള്ള് സ്നോ ആയിരുന്നു എന്ന് പറഞ്ഞു. ഇതാണ് ബെഡ്റൂം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ റോഡാണ്. ഫുള്ള് മരങ്ങളൊക്കെ ഇങ്ങനെ എല്ലും തോലായിട്ട് നിൽക്കണം. കണ്ടോ, നല്ല വ്യൂ ആണ്. നല്ല നല്ല വീടുകളുണ്ട് ഇവിടെ, അടിപൊളി വീടുകളുണ്ട്. അപ്പോൾ ആദി ബ്രോ ഓക്കെ നിക്കലയാം ഫിർ മിലെങ്കി. ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ പോയി അവിടെ എല്ലാം കണ്ടു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു.